ഞാൻ അഡ്വക്കേറ്റ് രജനി. ഇതെന്റെ പാർട്ണർ സുധീർ. ആചാര്യ ചാണക്യ ലോയേഴ്സ് ആൻഡ് കൺസൾട്ടൻസിന്റെ പാർട്ട്നേഴ്സാണ്. അമൃതയുടെയും ബാലയുടെയും വിവാഹമോചനം കഴിഞ്ഞതിന് ശേഷവും തുടർച്ചയായി ബാലയുടെ ഭാഗത്തുനിന്ന് അമൃതയെ തേജോവധം ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ കൂടാതെ പ്രസ് മീറ്റ് മുതലായവ നടത്തുന്നതിനെതിരെ അമൃത ഞങ്ങളെ സമീപിക്കുകയുണ്ടായി. ആയതിനെ കുറിച്ച് കുറച്ച് ലീഗൽ കാര്യങ്ങൾ പറയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നമസ്കാരം. അമൃതയും ബാലയും തമ്മിലുള്ള വിവാഹമോചനത്തിന് ശേഷം അവർ തമ്മിൽ ഒരു മ്യൂച്വൽ കൺസെന്റ് ഡിവോഴ്സ് ആയിരുന്നു. അതിനു മുമ്പായി അവരൊരു കോംപ്രമൈസ് എൻറ്റർ ചെയ്തിരുന്നു. ഇവര് തമ്മിൽ എൻറ്റർ ചെയ്ത കോംപ്രമൈസ് പെറ്റീഷൻ പാരാ 11 പ്രകാരം the petitioner and respondent also agreed to refrain from publishing or posting any allegations or aspirations or imputation or any news against each other in social media, other print and visual media or any other social platforms. It is agreed by both the parties that neither of them will interfere in the personal life of each other and will not act in a manner detrimental to each other's life. എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഈ മ്യൂച്വൽ കൺസെന്റ് ആയിട്ട് വിവാഹമോചനം നടത്തിയതിനു ശേഷം യാതൊരു രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും തേജോവധം ചെയ്യുന്നതോ ക്യാരക്ടർ അസൈസിനേഷൻ നടത്തുന്നതോ ആയ യാതൊന്നും പബ്ലിഷ് ചെയ്യില്ല എന്നും ഒക്കെ ഇതിനകത്ത് എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എഗ്രിമെന്റ് വയലേറ്റ് ചെയ്താണ് ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ ബാല ഈ സോഷ്യൽ മീഡിയയിലൂടെ പല അലിഗേഷൻസും അമൃതയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അലിഗേഷൻസിന്റെ കാര്യങ്ങളിലോട്ട് വരാം. ബാല പറഞ്ഞ ഒരു അലിഗേഷൻ കുട്ടിയെ പലപ്പോഴും കാണിക്കുന്നില്ല എന്നാണ്. കുട്ടിയെ കാണിക്കുന്ന കാര്യത്തിലും ഈ എഗ്രിമെന്റിൽ തന്നെ, ഈ കോംപ്രമൈസ് പെറ്റീഷനിൽ തന്നെ കൃത്യമായ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞ ഞാൻ വായിക്കാം. The permanent custody of the minor daughter Avantika shall be with the respondent up to the age of 18 years. Respondent എന്ന് പറയുന്നത് ഇവിടെ അമൃത സുരേഷ് ആണ്. പെറ്റീഷണർ എന്ന് പറയുന്നത് ബാലകുമാറാണ്. അതായത് ഇത് ഗാർഡിയൻ ഒപ്പിയിലാണ് ഈ കോംപ്രമൈസ് ഫയൽ ചെയ്തേക്കുന്നത് ഒരെണ്ണത്തിനകത്ത്. ഇതേ കോംപ്രമൈസ് തന്നെ മറ്റെല്ലാ ഇതിനകത്തും ഫയൽ ചെയ്തിട്ടുണ്ട്. എല്ലാ കേസുകളിലും ഒരു ഗാർഡിയൻ ഒപ്പി ഉണ്ടായിരുന്നു, ഒരു ഡിവോഴ്സ് ഉണ്ടായിരുന്നു, ഒരു റിട്ടേൺ ഓഫ് ഗോൾഡ് ഓർണമെന്റ്സ് ഉണ്ടായിരുന്നു, കോമ്പൻസേഷൻ കൊടുക്കാനായിരുന്നു, പിന്നെ ഒരു മെയിന്റനൻസ്, അതായത് ജീവനാംശം കൊടുക്കാനുണ്ട്. ഈ കേസ് എല്ലാം പിൻവലിച്ചുകൊണ്ടാണ് ഇതിന്റെ അകത്ത് ഈ കോംപ്രമൈസ് എൻട്രി ചെയ്തതും ഈ കോംപ്രമൈസ് പ്രകാരം ആക്ട് ചെയ്യേണ്ടിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേരും തമ്മിൽ മ്യൂച്വൽ കൺസെന്റ്, അതായത് പരസ്പര സമ്മതത്തോടുകൂടി വിവാഹമോചനം നേടിയത്. ആ കോംപ്രമൈസ് പെറ്റീഷനിലെ 3ാമത്തെ പാര പറയുന്നത് ദ പെർമനന്റ് കസ്റ്റഡി ഓഫ് ദ മൈനർ ഡോട്ടർ അവന്തിക shall be with the respondent up to the age of 18 years and the respondent will give education to the minor daughter Avantika. The petitioner will only have the right to visit and take the custody of the minor daughter Avantika only on every second Saturday of every month from 10 a.m. to 4 p.m. and for which the minor daughter Avantika shall be handed over and returned on the premises of the Honorable Family Court, Ernakulam. The respondent or her mother Laila Suresh shall produce and accept the child on all such second Saturdays at family court premises. The inconvenience of either of the parties should be intimated at least 48 hours prior to the scheduled time of handing over the minor daughter Avantika through phone. First party's numberum second partyയുടെ നമ്പറും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ if not available through phone, through the email, that is arunachalampictures@gmail.com. ഇതാണ് ബാലയുടെ ജിമെയിൽ കോടതി കൊടുത്തിരുന്നത്. അതിനകത്ത് നിന്ന് അമൃതയുടെ ഇമെയിലോട്ട് ഇമെയിൽ അയക്കണം. കാണാൻ വരുന്ന ഇത് അമൃത srsh@gmail.com എന്നുള്ളതിലോട്ട് ഇമെയിൽ അയക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ അകത്ത് പറയുന്ന അനുസരിച്ച് അവന്തികയുടെ കസ്റ്റഡി മുഴുവനായിട്ടും അമൃതയ്ക്കാണ് കൊടുത്തേക്കുന്നതെന്നും ഈ സെക്കൻഡ് സാറ്റർഡേ മാത്രം കാണാനുള്ള, ക്രിസ്മസിനോ ന്യൂ ഇയറിനോ ഒന്നും കാണാനായ ഈ മിസ്റ്റർ ബാല പറഞ്ഞതുമാതിരി അതൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. സെക്കൻഡ് സാറ്റർഡേസ് മാത്രം കാണാനുള്ള പെർമിഷൻ കൊടുത്തുകൊണ്ടും അതും 10 മണി മുതൽ 1 മണി വരെ അല്ലേ, 10 മണി മുതൽ 4 മണി വരെ ഉള്ള സമയത്തിന്
കോടതി വളപ്പിൽ കാണിക്കാനുള്ളത് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതനുസരിച്ച് അമൃത ആദ്യ സെക്കൻഡ് സാറ്റർഡേ, ഈ ഡിഗ്രി ഉണ്ടായതിന്റെ ആദ്യ സെക്കൻഡ് സാറ്റർഡേ തന്നെ അമൃതയും അമൃതയുടെ അമ്മയും അവിടെ കുട്ടിയായിട്ട് ചെല്ലുകയും അവിടുത്തെ റെക്കോർഡുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ബാല അവിടെ എത്തിയിട്ടില്ലാത്തതാണ്. അങ്ങനെ എത്താത്ത സാഹചര്യവും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള എത്താത്ത സാഹചര്യങ്ങളിൽ if the petitioner fails to receive the minor ward on the scheduled date without prior intimation at the same time the respondent brought the child to at family court Ernakulam on the scheduled time, the petitioner will cease to visitorial right for the set month, and the petitioner should also intimate via phone, if not available through email, about his availability during the second Saturday of next month. Failing with, the respondent or her mother need not produce the child in court for the grant of custody as per the terms of this agreement during the next month. ഇങ്ങനെയാണ് പറഞ്ഞത്. അതായത് ഈ കുട്ടിയെ കാണാനായിട്ട് ചെന്നിട്ടും അവര് ആ മാസം വന്നിട്ടില്ല, ബാല വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മാസത്തെ വിസിറ്റോറിയലായിട്ട് ഇല്ലാതാവുകയും അതേസമയം അടുത്ത മാസം വിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഫോണിൽ വിളിച്ചറിയിക്കുകയോ ഇമെയിലിലൂടെയോ അമൃതയെ ഈ കാര്യങ്ങൾ അറിയിപ്പിക്കണമെന്നും അങ്ങനെ അറിയിപ്പിച്ചാൽ മാത്രമേ കാണാനുള്ള സൗകര്യം ഉണ്ടാവുള്ളൂ എന്നും അല്ലെങ്കിൽ അമൃത കുട്ടിയെ ചെല്ലേണ്ട കാര്യമില്ല എന്നുമാണ് കൃത്യമായിട്ട് ഈ കോംപ്രമൈസ് പെറ്റീഷനിൽ എഴുതിയിരിക്കുന്നത്. ഈ ഞങ്ങളുടെ ഡിവോഴ്സിന് ശേഷം ഒരു പ്രാവശ്യം പോലും ഒരു മെസ്സേജ് അയക്കുകയോ എനിക്കൊരു ഇമെയിൽ വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മകളെ കാണിക്കണില്ല എന്ന് പറയുന്ന ഒരു സീൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നും മകളെ കാണിക്കണില്ല. പക്ഷെ ഒരിക്കൽ പോലും ആസ് പെർ ദ പേപ്പേഴ്സ് എന്റെ അടുത്ത് ഒരിക്കൽ പോലും ഇമെയിലോ മെസ്സേജോ വഴി മകളെ ചോദിച്ചിട്ടില്ല. അതിൽ ബാല വന്നു എന്ന് കാണിക്കുന്ന യാതൊരു ഡോക്യുമെന്റ്സും ഇല്ലാതെ തന്നെയാണ് വെറുതെ അലിഗേഷൻ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് എന്നെ തേജോധം ചെയ്യാൻ, ഞാൻ കുട്ടീനെ പിടിച്ചു വെച്ചേക്കുവാണെന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു വരുത്തുന്ന ഒരു വാർത്തയാണ്. അല്ലാണ്ട് ഞാൻ മോളെ കൊണ്ട് കാണിക്കാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ മോളെ പിടിച്ചു വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആസ് പെർ ദ ലോ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമാണ് ഇതുവരെ ഈ നിമിഷം വരെ ചെയ്തിട്ടുള്ളൂ. ഇതിൽ പറയുന്ന ഒരു പോയിന്റ്സ് ഞാൻ ഇതുവരെ ബ്രീച്ച് ചെയ്തിട്ടുമില്ല. ഈ പെറ്റീഷൻ മുഴുവനും എടുത്ത് വായിച്ച് പറഞ്ഞു തരാതെ ഈ കോംപ്രമൈസ് പെറ്റീഷനകത്ത് തന്നെ അമൃതയ്ക്ക് ഇതിനൊക്കെ കൂടിയായിട്ട് കോമ്പൻസേഷൻ കൊടുക്കുന്ന 25 ലക്ഷം രൂപയാണ്. 25 ലക്ഷം രൂപ കൂടാതെ ഉള്ളത് എന്ന് പറയണത് ഈ കുട്ടിയുടെ പേര് പാപ്പു, അവന്തിക എന്ന് പറഞ്ഞ പാപ്പുവിന്റെ പേരിൽ ഒരു 15 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസിയുടെ കാര്യം മാത്രമാണ് ഈ കോംപ്രമൈസ് പെറ്റീഷൻ പറയുന്നത്. ഈ ഇൻഷുറൻസ് പോളിസിയും ഈ ഇൻഷുറൻസ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഈ സാധനത്തിനകത്ത് ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് എടുത്തു പറഞ്ഞേക്കുന്നത് ഈ കുട്ടിക്ക് വേറെ ഒരു സാധനം ഈ അച്ഛൻ എന്ന് വലിയ വായിൽ വിളിച്ചു പറയുമ്പോൾ എപ്പോഴും ഞാൻ അച്ഛനല്ലേ എന്ന് വിളിച്ചു പറയുന്നയാള് വലിയ വായി വിളിച്ചു പറയുന്നത് കോംപ്രമൈസ് പെറ്റീഷനിൽ എഴുതി വെച്ചേക്കുന്ന സെറ്റിൽമെന്റ് ഓഫ് മെയിന്റനൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് മാരേജ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ മൈനർ ഡോട്ടർ അവന്തിക. അതായത് ഈ കുട്ടിക്ക് ഇനി ഒരു മണി പൈസ പോലും ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ ബാല എന്ന് പറഞ്ഞ വ്യക്തി ചെലവാക്കില്ല എന്ന് കോംപ്രമൈസിൽ എഴുതി ഒപ്പിട്ടിരിക്കുന്ന ആളാണ് പറയുന്നത്. അങ്ങേര് എന്തും ചെയ്യാൻ തയ്യാറാണ്. അടുത്തതായി മിസ്റ്റർ ബാല ഉന്നയിച്ചിരിക്കുന്നത് ഒരു പോക്സോ കേസ് കൊടുത്തു എന്ന് പറഞ്ഞൊരു ഗുരുതരമായ ആരോപണമാണ്. എന്നാൽ ഒരു പോക്സോ കേസ് കൊടുക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്രൈം രജിസ്റ്റർ ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്യും. പക്ഷെ ഞങ്ങൾ വെരിഫൈ ചെയ്ത ഡോക്യുമെന്റിൽ ഒന്നും തന്നെ അങ്ങനെ ഒരു പോക്സോ കേസ് കൊടുത്തതായിട്ട് കാണുന്നില്ല. കൂടാതെ അമൃതയോട് ചോദിച്ചപ്പോഴും അങ്ങനെ ഒരു കേസ് കൊടുത്തതായിട്ട് പറയുന്നുമില്ല. അപ്പോൾ തികച്ചും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് തന്നെ അമൃതയെ തേജോവധം ചെയ്യുവാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ടേംസ് ഓഫ് ദ കോംപ്രമൈസ് പെറ്റീഷനിലെ 4ാമത്തെ പാര കൂടി ഞാനൊന്ന് വായിക്കാം. The petitioner has no objection in the respondent being declared as the sole guardian of minor Avantika. എന്ന് പറഞ്ഞാൽ അവന്തികയുടെ ഒരേ ഒരു ഗാർഡിയനായിട്ട് അമൃതയെ നിശ്ചയിക്കുന്നതിന് ബാലയ്ക്ക് എതിർപ്പില്ല. And the petitioner will file an affidavit to the said effect. And the petitioner will also file no objection for granting permanent custody of the minor to the respondent in OP 1501/2016. 1501 എന്ന് പറഞ്ഞ OP
ഗാർഡിയനോപ്പിയാണ്. അതില് പെറ്റീഷണർ എന്ന് പറയുന്ന ബാലയ്ക്ക് ഗാർഡിയനായിട്ട് അമൃതയെ നിശ്ചയിക്കുന്നതിൽ യാതൊരു ഒബ്ജക്ഷനും ഇല്ല എന്ന് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്ന ഈ കോംപ്രമൈസ് പെറ്റീഷനിൽ പറഞ്ഞ് അതിനനുസരിച്ച് ഒരു അഫിഡവിറ്റ് ബാല ഫയൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പറഞ്ഞേക്കുന്നത് ദ പെറ്റീഷണർ വിൽ റിമെയിൻ ആസ് ദ ബയോളജിക്കൽ ഫാദർ ഇൻ ഓൾ ഡോക്യുമെന്റ്സ്. അതായത് ഡോക്യുമെന്റ്സിൽ മാത്രം ബാല എന്നും ബയോളജിക്കൽ ഫാദറായിട്ടുണ്ടാവുന്നു. അതനുസരിച്ച് അമൃത പറഞ്ഞതനുസരിച്ച് ഇതുവരെയുള്ള എല്ലാ സ്കൂൾ ഡോക്യുമെന്റ്സിലും ഇതിലുമൊക്കെ ബാല തന്നെയാണ് അച്ഛന്റെ സ്ഥാനത്തുള്ളത്. ഇതേ കോംപ്രമൈസ് പെറ്റീഷനിൽ പാരഗ്രാഫ് 13 വീണ്ടും പറയുന്നുണ്ട്, ദ റെസ്പോണ്ടന്റ് അലോൺ വിൽ ഹാവ് ദ പെർമനന്റ് കസ്റ്റഡി ആൻഡ് ഗാർഡിയൻഷിപ്പ് ഓഫ് ദ മൈനർ ചൈൽഡ് അവന്തിക and the respondent alone will be entitled to take decisions with regard to the protection, safety, educational right and every other aspect with regard to minor child Avandika, and the petitioner will not interfere in any of the affairs of minor child Avandika henceforth. The minor child shall not be dragged into any litigation relating to the dispute between the petitioner and the respondent. അതായത് ഈ കുട്ടിയുടെ പെർമനന്റ് കസ്റ്റഡി എന്ന് പറയുന്നത് അമൃതയിലാണെന്നും ആ കുട്ടിയുടെ സേഫ്റ്റി, പ്രൊട്ടക്ഷൻ, എഡ്യൂക്കേഷണൽ റൈറ്റ് എന്നീ എല്ലാ ആസ്പെക്ട്സിലും നോക്കേണ്ടതും അമൃതയാണെന്നും അതിനകത്തൊന്നും ഇന്റർഫിയർ ചെയ്യില്ല എന്നും ഈ ബാല ഈ കോംപ്രമൈസ് പെറ്റീഷനിൽ ഒപ്പിട്ടിട്ടുള്ള കാര്യമാണ്. അതിനൊക്കെ വിരുദ്ധമായിട്ടാണ് ബാല ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള അലിഗേഷൻസ് പറയുന്നത്. ഒരു തരത്തിലും ഒരിടത്തും ബാല ഇന്നേ വരെ ഈ കോംപ്രമൈസ് പെറ്റീഷനെ പറ്റി പറയുമോ, ഏതെങ്കിലും ഒരു അലിഗേഷൻ ഉന്നയിക്കുമ്പോൾ അതിന് ലീഗൽ സ്റ്റാൻഡിങ്ങോടുകൂടി ഇങ്ങനെ ഒരു ആ കോംപ്രമൈസ് പെറ്റീഷൻ എടുത്തു വെച്ച് പറയുകയോ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വെറും അലിഗേഷൻസ് മാത്രമായതുകൊണ്ടാണ്. ഞാൻ ഇവരുടെ കോംപ്രമൈസ് പെറ്റീഷനിലെ ഒട്ടുമിക്ക കാര്യങ്ങളും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതല്ലാതെ ഇനി ഇതിനെ ചൊല്ലി എന്തെങ്കിലും അലിഗേഷൻ ആരെങ്കിലും അമൃതയുടെ പേഴ്സണൽ ലൈഫിൽ കയറി എന്തെങ്കിലും അലിഗേഷൻസ് ഒക്കെ ഉണ്ടാക്കിയാൽ അതിന് വേണ്ട തക്കതായ നിയമ നടപടികൾ എടുക്കാൻ അമൃത ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്.